ഒരു മനുഷ്യനെ ഇപ്പോൾ സോയ്മൻ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സോയ്മൻ്റെ കയ്യും കാലം കണ്ടിട്ടല്ല, സോയ്മൻ്റെ മുഖം കണ്ടിട്ടാണ്. ആ മുഖത്തിനെ ഇതുപോലെ ഡിസ്ഫിഗർ ചെയ്യണമെങ്കിൽ ഞാൻ അന്നത്തെ വിധിന്യായത്തിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, ഡോക്ടർമാർക്ക് 2-3 മണിക്കൂർ ചിലവഴിക്കേണ്ടി വന്നു ഇതൊരു ഷേപ്പ് എന്ന് വെച്ചാൽ. ഇത് മുഖം ഒരു ഷേപ്പാണ്. ആ മുഖം ഞാൻ കണ്ടപ്പോഴത്തേക്ക് ക്രിസ് ക്രോസ് ചെയ്ത് കംപ്ലീറ്റ് പിന്നെ വെച്ചാൽ മൂക്കും വായും കണ്ണൊന്നുമില്ല, അതുപോലെ വെട്ടിയിരിക്കുക. നമ്മളിതിനകത്ത് പറയുമ്പോൾ ഉന്നതമായിട്ടുള്ള ഗൂഢാലോചനയിലേക്ക് ഇത് പോയില്ല എന്നുള്ളത് സത്യം. അത് വളരെ ഗൗരവവും ഗുരുതരവുമാണ്. ഉന്നതമായ ഗൂഢാലോചനയിലേക്ക് പോയിരുന്നെങ്കിൽ എന്തായിരുന്ന അവസ്ഥ? ഒരു പി ജയരാജനിലേക്കെങ്കിലും ഇത് എത്തിയിരുന്നുവെങ്കിൽ അന്ന് ഈ കേസ് പബ്ലിക് പ്രോസിക്യൂട്ടർ കുമാരൻകുട്ടിയുടെ കൂടെ വാദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനൽ വക്കീലായിരുന്നു CK ശ്രീധരൻ. കാരണം കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും ടോപ്പ് അയാൾ കോൺഗ്രസ്സുകാരനായിരുന്നു. CPMൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകർ CPMുമായി യാതൊരു ബന്ധമില്ലാത്തവരും എന്നാൽ TP ചന്ദ്രശേഖരനെ കൊന്നവരുമായി നിരന്തരം നടത്തിയിട്ടുള്ള ഗൂഢാലോചനയിൽ കൂടിയാണ് ഈ കൊലപാതകം നടന്നത് എന്ന് അർത്ഥശങ്കകളില്ലാത്ത ഇത് ഇതിനകത്ത് തെളിയിച്ചിരിക്കുക. എത്രയോ മാസങ്ങളിൽ പ്രതികൾ പുറത്തായിരുന്നുള്ളത് നമുക്കറിയാമല്ലോ. ഇപ്പം എന്നോട് ഒരാൾ രാവിലെ പറഞ്ഞത് കൊടിസുനിയൊക്കെ കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. കൊടിസുനിക്ക് യഥാർത്ഥത്തിൽ ഈ കേസിൽ പ്രതിയായതാണ് ഏറ്റവും ഗുണമുണ്ടായെന്നാണ് പറയുന്നത്. കാരണം ജയിലിനകത്തിരുന്നത് പോലും ചെയ്യാം, പൂർണ്ണമായിട്ടുള്ള സംരക്ഷണമായിരുന്നു. രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇപ്പോൾ കാണുന്നതെന്നറിയോ? നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ KM ഷാജഹാൻ. ഇന്നലെ ഹൈക്കോടതിയുടെ ഒരു സുപ്രധാന വിധി, നേരത്തെ TP വധക്കേസിലെ പ്രതികളുടെ ശിക്ഷ വിചാരണ കോടതിയുടെ ശിക്ഷ ഹൈക്കോടതി ശരിവെച്ചു. ഹൈക്കോടതി വിചാരണ കോടതിയുടെ ശിക്ഷ ശരിവെക്കുകയും വിചാരണ കോടതി വിട്ടയച്ച ഗൂഢാലോചന കേസിലെ 2 പ്രതികളെ പുതുതായി പ്രതി ചേർക്കുകയും ചെയ്തു. P മോഹനനെ ഹൈക്കോടതി ഇക്കുറിയും ഒഴിവാക്കി. TP വധം അങ്ങയുടെ മനസ്സിൽ ഇന്നും ഒരു നീറുന്ന ഓർമ്മയാണ്. TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട് കിടക്കുന്ന കാഴ്ച അങ്ങ് നേരിൽ കണ്ട് സ്തബ്ധനായി നിന്നുപോയ ആ നിമിഷം, അന്നു മുതൽ TPയുടെ ഘാതകർക്ക് അവരർഹിക്കുന്ന ശിക്ഷ നേടാനായി അങ്ങ് നടത്തുന്ന പോരാട്ടങ്ങൾ, പൊതുമണ്ഡലത്തിൽ KK രമ ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന ഇടപെടലുകൾ, TP ഒരു വലിയ പ്രതീകമായിരുന്നു കേരളത്തെ സംബന്ധിച്ച്. CPMൻ്റെ കൊടും ക്രൂരതയ്ക്ക് ഇരയായ ഒരു പ്രതീകം. എന്നാൽ MV ഗോവിന്ദൻ ഇക്കഴിഞ്ഞ ദിവസം ഒരു ദയവുമില്ലാതെ വിളിച്ചു പറയുന്നു ഇതിൽ പാർട്ടിക്ക് പങ്കില്ല. പിന്നെ എങ്ങനെയാണ് TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടത്? ഏറ്റവും മൃഗീയമായ തരത്തിൽ കേരളം കണ്ട ഒരുപക്ഷെ ഏറ്റവും കൊടിയ രീതിയിലുള്ള ആ ഒരു കൊലപാതകം ഒടുവിൽ ഹൈക്കോടതി വിധിയിലെത്തി നിൽക്കുമ്പോൾ എന്താണ് അങ്ങയുടെ പ്രതികരണം? ലക്ഷ്മണ, ഞാൻ ഈ TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തെക്കുറിച്ച് പറയുന്ന സമയങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാര്യം ഞാനിതിനു മുമ്പ് പറഞ്ഞതാണ്. ഞാൻ TPയുടെ മുഖം അന്ന് കണ്ടപ്പോൾ എനിക്കുണ്ടായ ഒരു ഫീല്, ഞാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നിടത്തൊക്കെ ഈ TP വധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എരഞ്ഞിപ്പലം സെഷൻസ് കോടതി ജഡ്ജി നാരായണ പിഷാരടിയുടെ 420 പേജുള്ള ജഡ്ജ്മെൻറ്റിലെ 824 എന്ന് പറഞ്ഞൊരു പാരഗ്രാഫുണ്ട്. അതിൽ പറയുന്ന 2-3 വാചകങ്ങളുണ്ട്. അതിൽ പറയുന്നത് ദ മർഡർ ഇൻ ദിസ് കേസ് വാസ് കോൾഡ് ബ്ലഡഡ്, പ്രീ പ്ലാൻഡ് ആൻഡ് ബ്രൂട്ടൽ. മലയാളം ഞാൻ പറയേണ്ട ആവശ്യമില്ല. ദ മോട്ടീവ് ഓഫ് ദ ക്രൈം വാസ് നോട്ട് എനി പേഴ്സണൽ എനിമിറ്റി. കാരണം ഈ കൊന്ന 1-ാമത്തെ മുതൽ 7-ാമത്തെ വരെ പ്രതികൾക്ക് ഈ ചന്ദ്രശേഖരനായിട്ട് ആരും ബന്ധമുണ്ടായിരുന്നില്ല. ദ മാനർ ഇൻ വിച്ച് ദ മർഡർ വാസ് കമ്മിറ്റഡ് റിവീൽസ് എക്സ്ട്രീം ഡിപ്രൈവിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും എക്സ്ട്രീം വാചകങ്ങളാണ്. ദ ആക്ഷൻ ഓഫ് ദ അക്യൂസ്ഡ് നോട്ട് ഓൺലി വാസ് ഇൻഹ്യൂമൻ ബട്ട് വാസ് റൂത്ത്ലെസ് ആൻഡ് ബാർബാറിക്. ഒരു ജഡ്ജിയുടെ പരാമർശങ്ങളാണ്. ഇറ്റ് ഷോക്സ് നോട്ട് ഓൺലി ദ ജുഡീഷ്യൽ കോൺഷ്യൻസ് ബട്ട് ദ കളക്റ്റീവ് കോൺഷ്യൻസ് ഓഫ് ദ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അത് ജുഡീഷ്യറിയുടെ മനസാക്ഷിയെ മാത്രമല്ല സമൂഹത്തിൻ്റെ ആകെ മനസാക്ഷിയും അത് ഞെട്ടിച്ചു എന്നാണ് അന്ന് അതിനകത്ത് പറഞ്ഞിരുന്നത്. അത് 2014 വിധിയായിരുന്നു. ആ 2014 നാരായണ പിഷാരടിയുടെ അല്ലെങ്കിൽ ആ സെഷൻസ് കോടതി വിധിയുടെ ഭാഗമായി 1 മുതൽ 7 വരെയുള്ള പ്രതികളും ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് PK കുഞ്ഞനന്ദൻ എന്ന് പറഞ്ഞ അന്നത്തെ പാനൂർ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അവർ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. അതിൽ PK കുഞ്ഞനന്ദൻ ജയിലിൽ കിടന്ന് മരിച്ചു.
പക്ഷേ അതിന് അപ്പീൽ കൊടുത്തിരുന്നു. ആ അപ്പീൽ ഹൈക്കോടതിയിൽ കിടക്കുകയായിരുന്നു. ആ അപ്പീലിന്മേലാണ് ഫെബ്രുവരി 19 ഡോക്ടർ ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാരും ഡോക്ടർ ജസ്റ്റിസ് കൗസർ ഇടപ്പകത്തും എന്ന് പറഞ്ഞ രണ്ട് ന്യായാധിപന്മാർ 185 പേജുള്ള ഒരു വിധിന്യായം അവർ പുറപ്പെടുവിച്ചത്. ആ വിധിന്യായത്തിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ വിധിന്യായത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫൈൻഡിങ് എന്താണെന്ന് പറഞ്ഞാൽ 2014 സെഷൻസ് കോടതി കൊണ്ടുവന്ന വിധിയിലെ മുഴുവൻ ആളുകളുടെയും ശിക്ഷ ശരിവെച്ചു എന്ന് മാത്രമല്ല, കൃഷ്ണൻ ജിയോജിത് ബാബു എന്ന് പറഞ്ഞ രണ്ടുപേരെ വെറുതെ വിട്ട നടപടി റദ്ദാക്കി അവർക്ക് കൂടി ജീവപര്യന്തം തടവിച്ചിട്ടു. അതാണ് അതിൻ്റെ പ്രത്യേകത. അതിൽ ഈ വിധിന്യായത്തിൻ്റെ 1-ാം പേജിൽ 2 വാചകങ്ങളുണ്ട്. ഈ 2 വാചകങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാരത് ഡെമോക്രസി ത്രൈവ്സ് ഓൺ ദ പീസ്ഫുൾ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്. ചില വളരെ സൗമ്യമായി ആശയങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനാണ് അതിലാണ് ജനാധിപത്യം എന്നുള്ളത്. ബട്ട് നോട്ട് ഓൺ ദ വയലൻറ്റ് ഇമ്പോസിഷൻ ഓഫ് ബിലീഫ്സ്. അപ്പോൾ ജനാധിപത്യം നിലനിൽക്കുന്നത് ആക്രമണോത്സുകമായി വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോഴല്ല, മറിച്ച് ആശയങ്ങളുടെ സൗമ്യമായിട്ടുള്ള കൈമാറ്റത്തിലൂടെയാണ്. പൊളിറ്റിക്കൽ വയലൻസ് ഈസ് പോയിസൺ ദാറ്റ് കൊറോഡ്സ് ദ റൂട്ട്സ് ഓഫ് ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ്. എന്ന് പറഞ്ഞാൽ ജനാധിപത്യ തത്വങ്ങളുടെ വേരിനെ ഈ ദ്രവിപ്പിച്ച് കളയുന്ന വിഷമാണ് രാഷ്ട്രീയ അക്രമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അമർത്യ സെൻ എന്ന് പറഞ്ഞ വിശ്വവിഖ്യാതനായിട്ടുള്ള സാമ്പത്തിക വിദഗ്ധൻ്റെയും ബുദ്ധിജീവിയുടെയും 2 വാചകങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ വിധിന്യായം ആരംഭിക്കുന്നത്. അതിന് വളരെ പ്രസക്തമാണ്. അപ്പോൾ ഇത് 155 പേജുള്ള ഒരു വിധിയാണ്. ഈ വിധിയിൽ 94 മുതൽ 97 വരെയുള്ള പേജുകളിൽ ഏതാണ്ട് ഒരു 10, 15, 16 പോയിൻ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ പോയിൻ്റുകൾ വളരെ പ്രസക്തമാണ്. എന്താ പ്രസക്തം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പോയിൻ്റുകൾ വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം CPMൻ്റെ ഗൂഢാലോചനയിലൂടെയാണ് ഇത് നടന്നത് എന്ന് കൃത്യമായി തെളിയിക്കുന്നുണ്ട്. അതാണ് ഈ വിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇപ്പം ഇതിനകത്ത് തന്നെ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, ഈ ചന്ദ്രശേഖരൻ CPMൽ നിന്ന് വിട്ട് RMP എന്ന് പറഞ്ഞൊരു പുതിയ പാർട്ടി തുടങ്ങിയതോടുകൂടി CPMൻ്റെ RMPയുടെയും പ്രവർത്തകർ തമ്മിൽ ശത്രുതയുണ്ടായിരുന്നു. ഒരു പറയുകയാണ്. 2009 TP ചന്ദ്രശേഖരൻ വടകരയിൽ മത്സരിച്ചപ്പോൾ നിരന്തരം CPM ജയിച്ചുകൊണ്ടിരുന്ന ആ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചു. അപ്പോൾ ശത്രുത വർദ്ധിച്ചു. ഈ ശത്രുത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു, അയാൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നുള്ള റിപ്പോർട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ദ ത്രെറ്റ് പെർസെപ്ഷൻ വാസ് ഫെൽറ്റ് ബൈ TP ചന്ദ്രശേഖരൻ, ഹു ടോൾഡ് ഹിസ് വൈഫ് രമ ദാറ്റ് ഇഫ് സംതിങ് അൺടുവേർഡ് വേർ ടു ഹാപ്പൻ ടു ഹിം അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് ദ CPM. അപ്പം ചന്ദ്രശേഖരൻ ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നു. ചന്ദ്രശേഖരൻ രമയോട് പറഞ്ഞത്, ഇപ്പോൾ CPMവുമായി ബന്ധപ്പെട്ട് എനിക്കെതിരെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് 8-ാം പ്രതി KC രാമേന്ദ്രൻ, 9-ാം പ്രതി അശോകൻ, 10-ാം പ്രതി കൃഷ്ണൻ, 14-ാം പ്രതി മോഹനൻ മാസ്റ്റർ, ഈ 4 പേർക്കും അതിൽ നിർണായകമായിട്ടുള്ള പങ്കുണ്ടാവും. അതിനകത്ത് പറയാം. അതിനുശേഷം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇപ്പോൾ ഈ കൃഷ്ണൻ എന്ന് പറഞ്ഞ ആളുടെ ശിക്ഷ വെറുതെ വിട്ടത് റദ്ദാക്കിയല്ലോ. അത് സംബന്ധിച്ച് പറയുന്നതാണ്, 10-ാം പ്രതി കൃഷ്ണൻ ഒരു തീപ്പൊരി പ്രസംഗം നടത്തി ഫെബ്രുവരി 2012. അതന്നെ, വാർണിംഗ് TP ചന്ദ്രശേഖരൻ ഓഫ് ഡയർ കോൺസിക്വൻസീസ് ഇഫ് ഹി പെർസിസ്റ്റഡ് വിത്ത് ഹിസ് ആൻറ്റി CPM ക്യാമ്പയിൻസ്. ഇതിനകത്ത് പറഞ്ഞ് KC രാമേന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ അതിനുശേഷം സംസാരിച്ചു. അതിനുശേഷം ഒരു 5-6 പോയിന്റുകളിലായി ഈ പ്രതികളും CPMൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരായിട്ടുള്ള KC രാമേന്ദ്രനും മനോജും ജ്യോതി ബാബുവും കുഞ്ഞനന്ദനും തമ്മിൽ വളരെ കൃത്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു എന്നുള്ളതിൻ്റെ തെളിവുകൾ ഒരു 3-4 പേജിൽ തുടർച്ചയായി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിലൂടെയെല്ലാം കോടതി കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണ്? ഇതിലൂടെയെല്ലാം കോടതി കണ്ടുപിടിച്ചിരിക്കുന്നത് CPMൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകർ CPMവുമായി യാതൊരു ബന്ധമില്ലാത്തവരും എന്നാൽ TP ചന്ദ്രശേഖരനെ കൊന്നവരുമായി നിരന്തരം നടത്തിയിട്ടുള്ള ഗൂഢാലോചനയിൽ കൂടിയാണ് ഈ കൊലപാതകം നടന്നത് എന്ന് അർത്ഥശങ്കകളില്ലാത്ത ഇത് ഇതിനകത്ത് തെളിയിച്ചിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പം നാരായണ പിഷാരിയുടെ ജഡ്ജ്മെൻറ്റിൽ ആ കുഞ്ഞനന്ദനെ മാത്രമാണ്
കുറ്റപ്പെടുത്തിയിരുന്നതെങ്കിൽ ഇതിനകത്ത് ജ്യോതി ബാബു, കെ സി രാമേന്ദ്രൻ എന്ന് പറയുന്ന 4 CPM-ൻ്റെ സജീവ പ്രവർത്തകർ, ദേ ആർ ഓൾ, അതായത് ഡ്യൂറിംഗ് ദ പീരീഡ് ബിറ്റ്വീൻ 2/4/2012 ആൻഡ് 2/24/2012 ദർ വർ 32 ഫോൺ കോൾസ് ഫ്രം കെ സി രാമേന്ദ്രൻ, മനോജൻ, ജ്യോതി ബാബു ആൻഡ് കുഞ്ഞനന്ദൻ. ദേ ആർ ഓൾ പേഴ്സൺസ് വിത്ത് ആക്റ്റീവ് മെമ്പർഷിപ്പ് ഇൻ ദ CPM. മനസ്സിലായി? അപ്പം CPM-മായി ബന്ധമുള്ള കെ സി രാമേന്ദ്രൻ, മനോജൻ, ജ്യോതി ബാബു, കുഞ്ഞനന്ദൻ, ഈ 4 പേരും CPM-വുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരും ചന്ദ്രശേഖരനെ അറിയാത്തവരുമായിട്ടുള്ള 1 മുതൽ 7 വരെയുള്ള കൊലയാളികളുമായി നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഫോൺ സംഭാഷണം നടത്തി എന്നുള്ളത് ഇവിടെ 32 കോളിൻ്റെ കാര്യം പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഇവിടെ ഒരു 16 കോളിൻ്റെ കാര്യം പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ആ നിലയിൽ ഇവിടെ വീണ്ടും 11 കോളിൻ്റെ കാര്യം പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ആ നിലയിൽ ഇവർ തമ്മിൽ നിരന്തര ഫോൺ സംഭാഷണം നടത്തി ഗൂഢാലോചന നടത്തിയിട്ടാണ് കൊന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സോമനെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ CPM-ൻ്റെ വാദങ്ങൾ എന്തായിരുന്നു? CPM-ൻ്റെ വാദം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു ഗൂഢാലോചനയിലും ഞങ്ങൾക്ക് ഒരു പങ്കുമില്ല. പ്രോസിക്യൂഷൻ മറ്റൊരു സുപ്രധാന തെളിവും കോടതിക്ക് മുൻപാകെ അന്ന് അവതരിപ്പിച്ചിരുന്നു. ഓർക്കാട്ടേരിയിൽ ഒരു പൂക്കടയിൽ വെച്ച് നടന്ന ഗൂഢാലോചനയെക്കുറിച്ച്. ഇതെല്ലാം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട CPM-ൻ്റെ വാദം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു ബന്ധമില്ല. സോമന് ഓർമ്മയുണ്ടാവും, ഈ കൊലപാതകം നടന്ന സമയത്ത് പറഞ്ഞു പിന്നെ മാഷാള്ള എന്ന് പറഞ്ഞ സ്റ്റിക്കർ പതിച്ചിരുന്നു. അതുകൊണ്ട് തീവ്രവാദികളായിരിക്കാം. 2 ബോംബെയിലുള്ള എന്തോ ഒരു വ്യവസായിക്ക് TP ചന്ദ്രശേഖരനുമായിട്ട് കലിപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ PC ജോർജിന് ഇതുമായിട്ട് എന്തോ ബന്ധമുണ്ടായിരുന്നു. അയാൾ അവിടെ ചെന്നിട്ട് എന്തോ ഗൂഢാലോചന നടത്തി. ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷവും പറഞ്ഞത് ഈ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് കുഞ്ഞനന്ദനെ ഇതിനകത്ത് പെടുത്തിയിരുന്നത് എന്നുള്ളതായിരുന്നു അവരുടെ വാദം. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? 1 അല്ല 4 പേർക്ക് ഇതുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് അസന്നിഗ്ധമായി ഇതിനകത്ത് കണ്ടുപിടിച്ചു. പക്ഷേ P. മോഹനിൽ ഒരു ആ കണ്ണി മുറിഞ്ഞതോടെ അതിനപ്പുറത്തേക്ക് കടക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. അല്ല, ആ ഗൂഢാലോചനയിൽ ഉന്നതരായിട്ടുള്ളവർ രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്ക് ഡിസ്കസ്. അതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് ഇതിനകത്ത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ വിശദമായി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു കേസാണ്. ഈ കേസിൽ 1 മുതൽ 7 വരെയുള്ള പ്രതികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്കീൽ എന്ന് പറഞ്ഞാൽ B. രാമൻപിള്ളയായിരുന്നു. ഇപ്പോഴും ഈ കേസിലെ പ്രതികളുടെ മുഴുവൻ വക്കീൽ രാമൻപിള്ളയായിരുന്നു. മനസ്സിലായോ? അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ഈ കേസിലെ വാടക കൊലയാളികൾക്ക് വക്കീലായി വരുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനൽ വക്കീലാണ് സ്വയം. സ്വാഭാവികമായും ആരാണ് രാമൻപിള്ളയ്ക്ക് പണം കൊടുക്കുന്നത്? ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഈ കേസ് അട്ടിമറിക്കാൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങളൊന്നും ആലോചിച്ചു. 3 ഡസനോളം സാക്ഷികളാണ് കൂറുമാറിയത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ കൂറുമാറി എന്ന് UDF ഭരിക്കുമ്പോൾ. ഒരാളുടെ വീടിൻ്റെ മുമ്പിൽ റീത്ത് വെച്ച സംഭവം ഉണ്ടായി എന്ന് മാത്രമല്ല, അന്വേഷണ സംഘത്തെ ഇപ്പം എന്തൊക്കെ നമ്മൾ പറഞ്ഞാൽ ഒരു കാര്യം ഇതിനകത്ത് ഉറപ്പാണ്. മുകളിലോട്ട് പോയില്ല എന്നുള്ളതും P. ജയരാജനും അതിന് മുകളിലേക്കൊന്നും എത്തിയില്ല എന്നുള്ളതൊക്കെ ശരി തന്നെ, അത് വിമർശന വിധേയമാണ്. പക്ഷേ ഈ കേസ് തെളിയിക്കുന്നതിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്നുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വഹിച്ചിട്ടൊരു പങ്കുണ്ട്. അത് നമുക്ക് ഒരിക്കലും നെഗറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും ഉന്നതരായിട്ടുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥർ, ഒന്ന് TP സെൻകുമാർ, ഒന്ന് വിൻസെൻ്റ് പോൾ. 2 അന്നത്തെ പോലീസ് സേനയിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രഗത്ഭർ ഷൗക്കത്ത് അലി, അനൂപ് കുരുവിള ജോൺ, രാജ്മോഹൻ എന്നിത്യാദിയുള്ള ഏറ്റവും പ്രഗത്ഭരടങ്ങുന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ, ആ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പിന്നീട് വന്ന ഇടതുപക്ഷ സർക്കാർ പൂർണ്ണമായി അവഗണിച്ചു. അതെ, അത് സ്വാഭാവികമായി അത് ഇതുകൊണ്ടാണ്. അവര് 2 വർഷത്തിനുള്ളിലാണ് അവർ ആ മുടക്കോഴി മലയിൽ പോയി പ്രതികളെ പിടിച്ചു. അവർ ബോംബെയിൽ പോയി പ്രതികളെ പിടിച്ചു. വിൻസെൻ്റ് എം പോളിൻ്റെ നിർബന്ധം മൂലമാണ് അന്ന് അനൂപ് കുരുവിളയെ ഈ കേസ് ഏൽപ്പിക്കുന്നത്. അപ്പം അവരെയൊക്കെ ഏത് തരത്തിലാണ് സമീപം അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഫോൺ വരെ ചോർത്തി, അതുപോലെ ദേശാമല്ലോ എന്ന് എനിക്ക് പറഞ്ഞു. അപ്പോൾ ആ നിലയിൽ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അങ്ങനെ ശ്രമിച്ചിട്ട് പറ്റാതെ വന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ അത് വിചാരണയ്ക്കെടുത്തു. ഇതുപോലുള്ള കൊലക്കേസുകളിലൊക്കെ അങ്ങനെ പെട്ടെന്ന് വിചാരണക്ക് വലിയ സംഭവമാണ്. അന്ന് രമേനോട് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, അതിന് വിചാരണ നടക്കുന്ന സമയത്ത് പ്രതികൾക്ക് ആവശ്യമായിട്ടുള്ള തുണിയൊക്കെ തേച്ച് കെട്ടുകെട്ടായി കൊണ്ടുവരാനായിട്ട് ചുമതല കൊടുത്തിരുന്നത് ഭാസ്കരൻ എന്ന് പറഞ്ഞിട്ടൊരു CPM. അയാൾ പിന്നീട് കോഴിക്കോട് മേയറൊക്കെ ആയിരുന്നു. അയാളെയാണ് പാർട്ടി ഏൽപ്പിച്ചിരുന്നതാണ് രമേനോട് പറഞ്ഞത്. അയാൾ ദിവസം രാവിലെ ഒരു കെട്ട് തേച്ച തുണിയായിട്ട് വരും. പ്രതികൾ വിചാരണയ്ക്ക് വരുമ്പോഴത്തേക്കും അവർ കൊടുത്തു മാറും. 2 എത്രയോ മാസങ്ങളിൽ പ്രതികൾ പുറത്തായിരുന്നുള്ളത് നമുക്കറിയാമല്ലോ.
ഇപ്പം എന്നോട് ഒരാൾ രാവിലെ പറഞ്ഞത് കൊടിസുനിയൊക്കെ കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. കൊടിസുനിക്ക് യഥാർത്ഥത്തിൽ ഈ കേസിൽ പ്രതിയായതാണ് ഏറ്റവും ഗുണമുണ്ടായെന്നാണ് പറയുന്നത്. കാരണം ജയിലിനകത്തിരുന്നത് മുഴുവൻ ചെയ്യാം, മുഴുവൻ പൂർണ്ണമായിട്ടുള്ള സംരക്ഷണമായിരുന്നു. രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇപ്പോൾ കണ്ടെന്നറിയോ, അന്ന് ഈ കേസ് പബ്ലിക് പ്രോസിക്യൂട്ടർ കുമാരൻകുട്ടിയുടെ കൂടെ വാദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനൽ വക്കീലായിരുന്നു CK ശ്രീധരൻ. കാരണം കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും ടോപ്പ് അയാൾ കോൺഗ്രസ്സുകാരനായിരുന്നു. ആ CK ശ്രീധരൻ ഇപ്പോൾ എവിടെയാണെന്നറിയാവോ? ആ CK ശ്രീധരൻ ഇപ്പോൾ CPM-ലാണ്. ആ CK ശ്രീധരനെ കോൺഗ്രസ് വിലക്കെടുത്തു. ആ CK ശ്രീധരനെ കോൺഗ്രസ് വിലക്കെടുത്തു. അല്ല, CPM വിലക്കെടുത്തു. കോൺഗ്രസ്സിലായിരുന്നു, ഇപ്പോൾ CPM വിലക്കെടുത്തു. ആ CK ശ്രീധരനെ CPM വിലക്കെടുത്തത് തന്നെ ഈ അപ്പീല് വാദത്തിന് വരുമ്പോൾ അയാളുടെ സേവനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയായിരുന്നു. കാരണം അന്ന് അയാൾ ചന്ദ്രശേഖരൻ്റെ വക്കീലായിരുന്നല്ലോ. അപ്പോൾ അപ്പോൾ ഈ അനുകൂലമായിട്ടുള്ള വാദങ്ങൾ മുഴുവൻ അയാളെ കൊണ്ട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടാണ് ഇപ്പോൾ ഈ രാമൻപിള്ളയൊക്കെ ഇത് വന്ന് വാദിച്ചത് എന്നാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വാദിച്ചിട്ടും ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഈ 4 പേരുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ കൊലപാതകം നടന്നത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു വാട്ടർ ഷെഡാണ്, ഒരു ഭയങ്കര വിപ്ലവകരമായിട്ടുള്ളൊരു വിധിയാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. സോ അങ്ങനെ നമ്മളിവിടെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോൾ RMB എന്ന് പറഞ്ഞ ആ ഒരു ചെറിയ പാർട്ടി നടത്തിയിട്ടുള്ള ഒരു പ്രൗഢോജ്വലമായൊരു പോരാട്ടം 2014 മുതൽ. ഇപ്പോൾ P കുമാരൻകുട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള വക്കീലൊന്നുമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അയാളാണ് ഈ കേസ് അതിഗംഭീരമായി ഉജ്ജ്വലമായി വാദിച്ചു എന്നാണ് പറയുന്നത്. അയാളൊരു RMB-കാരനാണ്. പക്ഷേ പൈസ പോലും മേടിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ഇനി മേടിച്ചാൽ തന്നെ RMB എന്ന് പറഞ്ഞ പാർട്ടിയാണല്ലോ, അവർക്ക് ചെറുതായിട്ട് കൊടുക്കാനുള്ളത് കാണുള്ളൂ. പക്ഷേ ഇത് CPM-ൻ്റെ വാദത്തിൻ്റെ മുന പൂർണ്ണമായി ഒടിക്കുന്നതാണ്. ഇപ്പം അവർ പറയുന്നത് മോഹനൻ മാഷിനെ ശിക്ഷിച്ചിട്ടില്ല എന്നാണ്. മോഹനൻ മാഷിനെ ശിക്ഷിക്കാത്തതിനെതിരായിട്ട് സുപ്രീം കോടതി പോകുന്ന രമ തന്നെ പറഞ്ഞിട്ടുണ്ട്. മോഹനൻ മാസ്റ്ററുടെ ഇതിനകത്ത് പേര് പറയുന്നുണ്ട്, ഈ ഗൂഢാലോചനയിൽ പേര് പറയുന്നുണ്ട്. ദ ത്രെറ്റ് പെർസെപ്ഷൻ. അപ്പം രമ പറഞ്ഞതിനകത്ത് മോഹനൻ മാസ്റ്റർ പേര് പറയുന്നുണ്ട്. എന്തായാലും മോഹനൻ മാസ്റ്റർ പേര് പോകാൻ പറഞ്ഞു. പക്ഷേ മോഹനൻ മാസ്റ്റർ മാത്രമല്ലല്ലോ ഇതിനകത്ത് പറയുന്നത്. ഇതിനകത്ത് GOG ബാബു എന്ന് പറഞ്ഞ CPM-കാരനെ പറയുന്നുണ്ട്, KC രാമേന്ദ്രൻ എന്ന് പറഞ്ഞ CPM-കാരനെ പറയുന്നുണ്ട്, PK കുഞ്ഞനന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ള CPM-കാരനെ പറയുന്നുണ്ട്. അവരെല്ലാവരുമാണ് CPM പ്രവർത്തകർ. അവരൊന്നും CPM പ്രവർത്തകരല്ലെന്നും ഇതിനകത്ത് മോഹനൻ മാസ്റ്റർ മാത്രമേ ഉള്ളൂ, മോഹനൻ മാസ്റ്റർ രക്ഷപ്പെട്ടു എന്നും പറയുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് മാത്രമല്ല, CPM-ൻ്റെ പൊയ്മുഖം പൂർണ്ണമായും തകർക്കപ്പെട്ടിട്ടുള്ളൊരു കോടതി വിധിയാണിത്. ഈ വിധിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് CPM-കാരുടെ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണ് TP ചന്ദ്രശേഖരനത് കൊല്ലപ്പെട്ടെന്നുള്ളതാണ്. അത് ഡിവിഷൻ ബെഞ്ചാണ് പറഞ്ഞിട്ടുള്ളത്, സിംഗിൾ ബെഞ്ച് പോലുമല്ല, വിചാരണ കോടതി പോലുമല്ല. അപ്പോൾ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞതോടുകൂടി അത് പരിപൂർണമായും അത് ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. പിന്നീടും രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ കേരളത്തിൽ നടന്നു എങ്കിലും ഈ TP ചന്ദ്രശേഖരൻ്റെ വധവും അതിനെ തുടർന്നുണ്ടായ പോലീസ് അന്വേഷണവും ശിക്ഷാവിധിയും ഒക്കെ CPM-നെ പോലും ഭയപ്പെടുത്തിയില്ലേ ശരിക്കും? സുമന, CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ വിധി ഉണ്ടല്ലോ, ഈ വിധി CPM-നെ വല്ലാതെ ഭയപ്പെടുത്തുന്നതാണ്. കാരണം രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നൊരു പാർട്ടിയാണ് CPM എന്നുള്ള ബോധ്യം ജനങ്ങളുടെ ഇടയിൽ ഊട്ടി ഉറപ്പിക്കുന്നതാണ് ഈ വിധി. ഇപ്പോൾ ഉദാഹരണം, ഗൂഢാലോചനയുടെ മർമ്മ കേന്ദ്രത്തെക്കുറിച്ച് പോലും ജനങ്ങൾക്കറിയാം, പരസ്യമായി ആരും പറയുന്നില്ല മാത്രമേ ഉള്ളൂ. അതെ, ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇതുപോലെ വിവാദമുള്ള കേസുകളിൽ കോടതിയിൽ നിന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധി വന്നു കഴിയുമ്പോഴാണ് CPM പ്രതിരോധത്തിൽ പോകുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധി വന്നപ്പോഴാണ് ആകെ പ്രതിരോധത്തിലായി പോയത്. മനസ്സിലായി? ഇവിടെയും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഈ വിധി വന്നതോടുകൂടി ആകെ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഇപ്പോൾ സ്വയം പറഞ്ഞതും വലിയ പോയിൻ്റാണ്. എന്താണ് പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത്? ഇതിൻ്റെ യഥാർത്ഥ ഈ പറഞ്ഞ പോലെ ബുദ്ധികേന്ദ്രങ്ങൾ ആരാണെന്നും അവരെങ്ങനെയാണ് ഇത് അട്ടിമറിച്ചതെന്നും എല്ലാ ജനങ്ങൾക്കും അറിയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കേസ് ശരിക്കും വിചാരണ കോടതിയുടെ വിധിയും ഈ വിധിയും ഒക്കെ തന്നെ തെളിയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ എവിഡൻസാണ്. അതായത് പ്രതികളും പാർട്ടിക്കാരും പ്രതികളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചത്. അതായത് വിചാരണ കോടതിയുടെ വിധി വായിച്ചപ്പോൾ എനിക്ക് ഇതിനകത്തും അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അന്ന് ഇത് അട്ടിമറിക്കപ്പെട്ടതിൻ്റെ പ്രാധാന്യം എന്താ? അട്ടിമറിച്ചപ്പോൾ ഈ ഡിജിറ്റൽ എവിഡൻസ് പോയി. മനസ്സിലായി? അപ്പം അന്ന് അട്ടിമറിക്കപ്പെട്ടത് വളരെ ഗുരുതരമായിട്ടൊരു പാളിച്ചയാണ്, അതിന് സംശയമൊന്നുമില്ല.
അതിൽ ഈ പറഞ്ഞ പോലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ മേലും സമ്മർദ്ദം ചിലപ്പോൾ ഉണ്ടായിരിക്കാനുള്ള സാധ്യത ഒക്കെ കാണുന്നുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പല സ്വകാര്യ സംഭാഷണങ്ങളിലും പിന്നീട് പറഞ്ഞിട്ടുണ്ട് ആ ഗൂഢാലോചന തെളിയിക്കാൻ കഴിയാതെ പോയത് ആ അന്നത്തെ ഒരു സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൂടിയായിരുന്നു എന്ന് അദ്ദേഹം സ്വകാര്യ സംഭാഷണങ്ങളിലൊക്കെ പറയാറുണ്ട്, സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷെ അതിലപ്പുറം രാമൻപിള്ള എന്ന ക്രിമിനൽ അഭിഭാഷകൻ്റെ ബുദ്ധി വലിയ ആസൂത്രണങ്ങൾ, ഒരു ഉദാഹരണത്തിന് TP ചന്ദ്രശേഖരനെ വധിക്കുമ്പോൾ ഈ പ്രതികൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ അതിലൊക്കെ ചോര പുരണ്ടിരുന്നു. ഈ വസ്ത്രങ്ങൾ കിർമാണി മനോജ് അയാളുടെ വീട്ടിലെ വാഷിംഗ് മെഷീനിലിട്ടാണ് കഴുകുന്നത്. വാഷിംഗ് മെഷീൻ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമായി. കോടതിയിൽ ഈ വാദം വന്നപ്പോൾ അപ്പോൾ രാമൻപിള്ള വക്കീൽ പറഞ്ഞത് ഈ വാഷിംഗ് മെഷീനിൽ മൃഗങ്ങളെ കൊന്ന് ചോര തെറിച്ച വസ്ത്രങ്ങളിട്ട് കഴുകിയാലും ആർത്തവ രക്തം പുരട്ട വസ്ത്രങ്ങളിട്ട് കഴുകിയാലും ചോരമയമല്ലേ കാണൂ, അത് ആരുടേതെന്ന് പറയാൻ കഴിയുമോ എന്ന് ഫോറൻസിക് വിദഗ്ധനോട് കോടതി മുറിക്കുള്ളിൽ വെച്ച് ചോദിച്ചപ്പോൾ രാമൻപിള്ളയോട് അനുകൂലമായ ഉത്തരം കൊടുക്കാൻ അയാൾക്കും കഴിഞ്ഞുള്ളൂ. അത്തരം വലിയ വലിയ വാദങ്ങളിലൂടെ ഇത് കടന്നു വന്നത്. അല്ല, അത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പം കേരളത്തിൽ രാമൻപിള്ളയ്ക്ക് സമാനമായൊരു ക്രിമിനൽ വക്കീലില്ല. എനിക്കൊന്ന് ലാവ്ലിൻ കേസ് ഉൾപ്പെടെ അയാൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പം ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ കേസ്, ഒരുപാട് കേസുകൾ. സാധാരണ കേസുകളിലൊക്കെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ വലിയ തെളിവായി, ഡിജിറ്റൽ തെളിവായി കോടതി മുറിക്കുള്ളിൽ എത്തിക്കും. ഈ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ തെളിവ് പോലും അപ്രസക്തമാക്കി കളഞ്ഞത് ഈ കേസിൽ രാമൻപിള്ളയുടെ വാദമാണ്. അതാണ് പിന്നെ ദിലീപിന് ഗുണകരമായത്. അപ്പം രാമൻപിള്ള തന്നെയാണ് ആദ്യം വിചാരണ കോടതിയിലും രാമൻപിള്ള തന്നെ, ഇവിടെയും രാമൻപിള്ള തന്നെ. ഇവിടെ ഉണ്ടായൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CK ശ്രീധരൻ എന്ന ചന്ദ്രശേഖരൻ അനുകൂലമായി വാദിച്ച ക്രിമിനൽ വക്കീൽ ഇപ്പോൾ CPM-ൻ്റെ കൂടെ നിൽക്കുന്നത്. എല്ലാ ശക്തികളും പ്രതിരോധിച്ചിട്ടും തിരിച്ചടിച്ചിട്ടും ആത്യന്തികമായി ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ, കോടതിയുടെ നിയമത്തിൻ്റെ ഒരു ഇടപെടൽ അത് അംഗീകരിച്ചേ തീരൂ. അല്ല, ഒരു സംശയമില്ല അക്കാര്യത്തിൽ. കാരണം ഇപ്പം നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും സർവാധികാരിയായി പിണറായി വിജയനോട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സംവിധാനങ്ങളും അയാൾക്ക് അനുകൂലമാണ്. രാമൻപിള്ളയ്ക്ക് അപ്പുറത്തൊരു ഒരാളെ കിട്ടാൻ അയാൾ 3-4 ദിവസമൊക്കെ എടുക്കുന്ന ഒരാളെ ക്രോസ് ചെയ്യുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത്രയ്ക്ക് പ്രഗത്ഭനായിട്ടുള്ള ഒരാളാണ്. അയാളെ കൊണ്ടുവന്നിട്ട് പോലും ഇത് തള്ളിക്കളയാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഇത് CPM-ൻ്റെ ഗൂഢാലോചന കൂടുതൽ പുറത്തേക്ക് വരികയാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. സോ പിന്നെ 2 കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. നമ്മളിതിനകത്ത് പറയുമ്പോൾ ഉന്നതമായിട്ടുള്ള ഗൂഢാലോചനയിലേക്ക് ഇത് പോയില്ല എന്നുള്ളത് സത്യം. അത് വളരെ ഗൗരവവും ഗുരുതരവുമാണ്. ഉന്നതമായ ഗൂഢാലോചനയിലേക്ക് പോയിരുന്നെങ്കിൽ എന്തായിരുന്ന അവസ്ഥ? ഒരു P ജയരാജനിലേക്കെങ്കിലും ഇത് എത്തിയിരുന്നുവെങ്കിൽ. പക്ഷെ P ജയരാജൻ തുടക്കം മുതൽ TP ചന്ദ്രശേഖരനുമായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ചർച്ച നടത്തി, അത്തരത്തിൽ ഇടപെടലുകൾ നടത്തിയൊരു നേതാവായിരുന്നുവെന്നാണ് അക്കാലത്ത് വന്ന വാർത്തകൾ. കാരണം P ജയരാജനുമായി TP ചന്ദ്രശേഖരൻ തിരികെ CPM-ലേക്ക് പോകുന്നതിനെക്കുറിച്ച് ചില ചർച്ചകൾ നടത്തി. ഇനി ആ ചർച്ച മുറിഞ്ഞോ, ഇവർക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വളർന്നോ, അക്കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അല്ല, സോമൻ, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയോ? അതായത് ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു അഭിഭാഷകൻ. പക്ഷേ TPയുടെ വധത്തിന് ശേഷമാണ് P ജയരാജനും പിണറായി വിജയനും തമ്മിൽ മാനസികമായിട്ട് പിന്നീട് അകലങ്ങളിലേക്ക് അങ്ങ് പോയത്. ഞാനതിലേക്ക് വരാം. അതിന് മുമ്പ് ഞാനൊരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഇപ്പോൾ സ്വയം പറഞ്ഞല്ലോ, ഇപ്പോൾ TPയെ പാർട്ടിയിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നത് P ജയരാജൻ്റെ നേതൃത്വത്തിലായിരുന്നു. അപ്പോൾ അതിനൊരു മറുപടിയാണ് ഞാനീ പറയുന്നത്. TP കേസിലെ പ്രതികളുടെ ഒരു അഭിഭാഷകൻ. അപ്പോൾ ആ അഭിഭാഷകൻ TP കേസിലെ പ്രതികളല്ല, TP കേസിലെ കുറ്റവാളികളാണല്ലോ ഇവരിപ്പോൾ. പ്രതികളല്ലല്ലോ, കുറ്റവാളികളാണ്, ശിക്ഷ കിട്ടിയത്. അപ്പോൾ അതിലെ പാർട്ടി മെമ്പറായിട്ടുള്ള ഒരു കുറ്റവാളി എടുത്ത് ചോദിച്ചപ്പം അയാൾ പറഞ്ഞതായി ഞാൻ അറിഞ്ഞെന്താണെന്നറിയോ? ഇനി പാർട്ടി പറഞ്ഞാൽ ഇനിയും ചെയ്യുന്ന ഇത് TP കേസിലെ കുറ്റവാളിയോട് ചോദിച്ചപ്പോൾ കുറ്റവാളി പറഞ്ഞതെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ TPയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിയ ഈ P ജയരാജൻ ഇതിനകത്ത് പങ്കാളിയെ ആവില്ല എന്ന് പറയുന്നതിനകത്ത് ആരും അർത്ഥവുമില്ല. ഇനി ഞാനൊരു നിർണായക കാര്യം ഞാൻ ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഞാൻ പറയാം. ഞാൻ അന്ന് എപ്പോഴാണെന്ന് TP സെൻകുമാറുമായിട്ട് അന്ന് ഞാൻ സംസാരിച്ചു. TP സെൻകുമാർ ആയിരുന്നില്ല ഇതിനകത്ത് അന്വേഷണത്തിൽ പ്രധാനം. അയാൾ എന്നോട് പറഞ്ഞെന്താണെന്നറിയോ? അയാൾ പറഞ്ഞത് കുഞ്ഞനന്തൻ്റെ ഇൻവോൾവ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ് ഞങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടിയത് എന്നാണ് അയാൾ പറഞ്ഞത്. അതിന് പറഞ്ഞ രസകരമായിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? അയാളുടെ ഒരു ബോധ്യം എന്നോട് പറഞ്ഞു. അയാൾ പറഞ്ഞു, ഷാജാനെ, ഈ RSS കൊലപാതകങ്ങളുടെ, ആ ഏരിയയിലെ RSS കൊലപാതകങ്ങളുടെ എല്ലാം മുഖ്യ സൂത്രധാരകൻ ഇയാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആര്? കുഞ്ഞനന്തൻ. പക്ഷേ കുഞ്ഞനന്തനെ തൊടാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ? ആ RSSകാരൻ മരിക്കുന്ന സമയത്ത് കുഞ്ഞനന്തൻ പോലീസ് സ്റ്റേഷനിലെ SI ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും.
ഇയാളെന്നോട് പറഞ്ഞതാ, സിനിമയിലൊക്കെ കാണുന്ന പോലെ. എന്ന് പറഞ്ഞാൽ അയാളെ മുഴുവൻ ഏർപ്പാടാക്കിയിട്ട് ഇത്രാം തീയതി ഫെബ്രുവരി 15-ാം തീയതി 5 മണിയാകുമ്പോഴത്തേക്ക് ഇവനെ തട്ടിയേക്കണം എന്ന് പറഞ്ഞ് എല്ലാ ഗൂഢാലോചന നടത്തിയിട്ട് 5 മണിക്ക് അയാൾ പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കും. സ്വാഭാവികമായി മരണം നടക്കുമ്പോൾ ഇയാൾ പോലീസ് സ്റ്റേഷനിൽ മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാളായിട്ടുള്ള ഇയാളുടെ ഇൻവോൾവ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് അന്ന് എന്നോട് ടി പി സെൻകുമാർ പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുന്നു, മനസ്സിലായി. അപ്പോൾ ഈ നിലയിൽ ഒരു തെളിവുമില്ലാതെ ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുള്ളൊരു പാർട്ടി അപ്പുറത്ത് നിൽക്കുന്നു, പണം അവരുടെ കയ്യിലിരിക്കുന്നു, ഭരണം അവരുടെ കയ്യിലിരിക്കുന്നു. ഇതൊക്കെ ഉള്ളപ്പോൾ RMB പോലൊരു ചെറിയ പാർട്ടി ഒരു സാധാരണ അഭിഭാഷകനെ വെച്ച് ഇതുപോലൊരു വലിയ വിജയം നേടിയെന്ന് പറഞ്ഞാൽ അതൊരു വലിയ വമ്പൻ വിജയമാണ് എന്നുള്ളത് ഒന്ന്. നേരത്തെ ഞാൻ പറഞ്ഞതൊന്ന് തുടർച്ചയായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം പി ജയരാജനിലേക്കെങ്കിലും എത്തിയിരുന്നെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയിലുണ്ടായിരുന്ന മാറ്റം എന്തായിരുന്നു എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കുക. പക്ഷേ നിർഭാഗ്യവശാൽ അതെത്തിയില്ല എന്ന് പറഞ്ഞാലും ഒരു 500-ൽ പരം CPM RSS കൊലപാതകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിട്ടുള്ളതാണ് കണ്ണൂർ കേന്ദ്രീകരിച്ച്. പക്ഷേ ഇത്രയെങ്കിലും ആളുകൾക്ക് ശിക്ഷ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വിധി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഇതിൽ സ്വയം പറഞ്ഞ പോലെ മുകളിലുള്ള ആളുകൾക്ക് ശിക്ഷ കിട്ടിയില്ലെങ്കിൽ അത് ആരാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഈ വിധിയിൽ കുറ്റമുക്തരായിട്ടുള്ള 2 പേർക്ക് ശിക്ഷ കൊടുത്തു എന്ന് വന്നതോടുകൂടി CPMൻ്റെ ഗൂഢാലോചന പരിപൂർണമായും സാധാരണ ജനങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞിരിക്കുക. 2012-ൽ കൊല്ലപ്പെട്ട TP ചന്ദ്രശേഖരൻ യഥാർത്ഥത്തിൽ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നൊരു അനുഭവമാണ് മലയാളികൾക്ക്. കാരണം അത് CPM പാർട്ടിയുടെ മുന്നിൽ ഒരു തിരുത്തൽ ശക്തിയായി. ഇപ്പോഴത്തെ രമയുണ്ട് എങ്കിലും അതിനേക്കാളൊക്കെ ശക്തമായി TP ചന്ദ്രശേഖരൻ ഇന്നും ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്നു. ഒരു പ്രതിയോഗിയായി CPM ഉന്നതരുടെ മുന്നിൽ ജീവിക്കുന്നു. ഒരു പ്രതിഭാസമാണിത്. സോമനെ, TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞൊരു സാധാരണ പാർട്ടി, അതെ, ഒരു സാധാരണ നേതാവ്, ഒരു പ്രാദേശിക നേതാവ്. അയാൾ മരിച്ചിട്ട് ഇപ്പോൾ 12 വർഷമാവുന്നു. പക്ഷെ VS പൂർണ്ണമായ നീതി പുലർത്തിയോ TP ചന്ദ്രശേഖരൻ എന്ന വ്യക്തിയോട്? അത് പുലർത്തിയില്ല എന്ന് വിശ്വസിക്കുന്നവരാ മലയാളികൾ ഭൂരിപക്ഷം അങ്ങനെ. കാരണം TP ചന്ദ്രശേഖരൻ ഇതിനൊക്കെ തുനിഞ്ഞിറങ്ങിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം VS കൊടുത്ത ഉറപ്പാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ TPയോട് VS പൂർണ്ണമായി ഇത് പുലർത്തിയിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ പരിമിതികൾ നമ്മൾ മനസ്സിലാക്കണമായിരുന്നു. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ VS അച്യുതാനന്ദൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. അതായിരുന്നു VS അച്യുതാനന്ദൻ്റെ പരിമിതി. പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ VS അച്യുതാനന്ദൻ തയ്യാറായിരുന്നെങ്കിൽ എൻ്റെ സുഹൃത്ത് ഉമേഷ് ബാബു എന്നോട് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്, കണ്ണൂർ പാർട്ടി പോലും VSനൊപ്പം നിൽക്കുമായിരുന്നു എന്ന് എന്നോട് ഉമേഷ് പറഞ്ഞത്. പക്ഷേ എന്താണ് സംഭവിച്ചെന്നറിയില്ല, പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ളൊരു ധൈര്യം VS കാണിക്കായിരുന്നുള്ളൂ. എല്ലാം ഈ പറഞ്ഞ പോലെ പൊടുന്നനെ ഇതങ്ങ് ചെയ്തു. പക്ഷേ ഇപ്പം നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ്, ആ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം മുഴുവൻ അട്ടിമറിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ. VS പോയി KK രമയായിട്ട് കെട്ടിപ്പിടിച്ച് നിന്ന് കരയുന്നൊരു, VS കരഞ്ഞോന്ന് എനിക്കറിയില്ല, ഏതാണ്ടായാലുമൊക്കെ അതൊരു അതിഭീകരമായിട്ടുള്ളൊരു ഇതായിരുന്നു. അതൊരിക്കലും മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നൊരു ചിത്രമല്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ VSന് ഉണ്ടായിരുന്ന പരിമിതി കൊണ്ട് ആ പരിമിതികൾ സൃഷ്ടിച്ചതാണ് VSൻ്റെ പിന്നീടുള്ള വീഴ്ചകൾ. പക്ഷേ ചന്ദ്രശേഖരനെ പോലുള്ള ആളുകൾക്ക് വലിയൊരളവ് വരെ ഊർജ്ജമായിരുന്നു VS എന്നും, മരിച്ചു കഴിഞ്ഞും പരിമിതിക്കുള്ളിൽ നിന്ന് VSന് പരമാവധി ചെയ്യാമായിരുന്നത് VS ചെയ്തു എന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ആത്യന്തികമായി VSൻ്റെ പരിമിതികൾ VSന് ഒരുപാട് തിരിച്ചടിയുണ്ടാക്കി. പക്ഷേ TP ചന്ദ്രശേഖരൻ്റെ വിഷയമൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു TP ചന്ദ്രശേഖരൻ വിഷയം, TP ചന്ദ്രശേഖരൻ മരിച്ചു കഴിഞ്ഞും പോളിറ്റ് ബ്യൂറോയുടെ മുമ്പിലൊക്കെ അതിശക്തമായി VS ഉന്നയിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. TPയുടെ വധത്തിന് ശേഷം മറ്റൊരു RMB നേതാവ് പോലും അവിടെ കൊല്ലപ്പെട്ടില്ല. TPയുടെ വധത്തിന് ശേഷം ആദ്യ കാലഘട്ടത്തിൽ അവർ വല്ലാത്ത ഭയപ്പാടിലായിരുന്നു, N വേണു അടക്കം. അല്ല, പിന്നെ സോയ്മാനെ, ഈ RMB എന്ന് പറഞ്ഞ പാർട്ടി നേരിട്ടിട്ടുള്ള കൊടിയ ആക്രമണങ്ങൾ അതൊന്നും പുറം ലോകത്തിന് അറിയാം എന്നെനിക്ക് തോന്നുന്നില്ല. RMB പോലൊരു പാർട്ടി 12 വർഷക്കാലമായി പാർട്ടിയായി നിലനിന്നു എന്ന് പറയുന്നത് തന്നെ അത്ഭുതകരമാണെന്നാണ് എന്നോട് RMBയുടെ ചില ആളുകൾ പറയുന്നത്.
ചില അവർക്കെതിരായിട്ട് വന്നിട്ടുള്ള കേസ്, അവർക്കെതിരായിട്ട് വന്നിട്ടുള്ള ആക്രമണം. രമയെക്കുറിച്ച് പോലും എന്തെല്ലാം കഥകൾ പിന്നീട് CPM പറഞ്ഞു വരുത്തി. അല്ല സുമേൻ, രമയെക്കുറിച്ചിട്ട് വെച്ചാൽ രമ ഒരു ആസ്ഥാന എന്താണ് അഭിസാരിക, അത് ഭീകരമായിട്ടുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കണം. അതുപോലെ തന്നെ അവരെ ബോഡി ഷേപ്പിംഗ് നടത്തിയിട്ടുള്ള പ്രചരണങ്ങൾ, ആ നിലയിൽ ഏറ്റവും കൊടിയ ആക്രമണങ്ങൾക്ക് വിധേയമായി നിലനിന്ന ആ പാർട്ടിക്ക് ഇങ്ങനൊരു വിജയം നേടാൻ കഴിഞ്ഞെന്ന് മാത്രമല്ല, അവരുടെ ഒരു നേതാവ് ഒരു MLA ആകുന്ന സ്ഥിതിയിലേക്ക് വരെ വന്നു. കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടില്ല ഇതിനു മുമ്പേ. ഇനി ഒരു UDF മന്ത്രിസഭയുണ്ട്. അന്ന് രമ വിജയിച്ചു വന്നാൽ മന്ത്രിയാണ്, വനിതാ മന്ത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ CPM-ന്റെ അസ്തിത്വത്തിന് തന്നെ നേരെയുള്ള ഒരു ചോദ്യചിഹ്നമായി RMP ഇപ്പോഴും നിൽക്കുകയാണ്. ഇപ്പം ഈ വിധിന്യായം തന്നെ ഞാൻ കേട്ടത് P. കുമാരൻകുട്ടി എന്ന് പറഞ്ഞ ആളുടെ അതിഗംഭീരമായിട്ടുള്ള വാദങ്ങളായിരുന്നു എന്നോട് രമ പറഞ്ഞത്. ഇതിൻ്റെ വാദം കഴിഞ്ഞപ്പോൾ തന്നെ ഈ വിധി ഇങ്ങനെ ആയിരിക്കുമെന്ന് അവിടെ ആ കോടതി മുറിയിലുണ്ടായിരുന്ന വക്കീലന്മാരുടെ ഭൂരിപക്ഷത്തിനിടയിൽ സംസാരം ഉണ്ടെന്നാണ് രമ എന്നോട് പറഞ്ഞത്. മനസ്സിലായി. അപ്പോൾ അവരുടെ ഒരു ഇംഗ്ലീഷിൽ അതിന് പറയുന്ന വാക്കുന്നത് പെർസിവിയറൻസ് എന്ന് പറഞ്ഞൊരു വാക്കാണ്. അതൊക്കെ കാണുമ്പോൾ ആ കൊല്ലിച്ചവരുടെ മനസ്സിലൊരു കുറ്റബോധം ഒരിക്കലെങ്കിലും ഉണ്ടാവാതിരിക്കില്ല. അല്ല, അതെനിക്കറിയില്ല സോയ്മൻ. ഞാനതുകൊണ്ടല്ലേ പറഞ്ഞത്, പിന്നെ ഒരു കുറ്റവാളി പറഞ്ഞത് ഇനിയും പറഞ്ഞാൽ ഇനിയും ചെയ്യുമെന്ന്. അങ്ങനത്തെ ഒരു അടിമ മനോഭാവമുള്ള ആളുകൾ. അതുകൊണ്ടാണല്ലോ അവർക്ക് പിന്നെ ചന്ദ്രശേഖരൻ്റെ മുഖത്ത് 51 വെട്ടാൻ കഴിഞ്ഞു. ഒരാളുടെ മുഖത്ത് മാത്രമാണ് 51 വെട്ട്. അപ്പോൾ എന്നോട് ഉമേഷ് ബാബു പറഞ്ഞത് എന്താണെന്നറിയോ? ഉമേഷ് ബാബു പറഞ്ഞു ഷാജാനെ പിന്നെ ചന്ദ്രശേഖരനെ കൊന്നു. 51 വെട്ടണമെങ്കിൽ എത്ര നേരം നിർത്താതെ ആ വാൾ ഉയർത്തി താഴ്ത്തണം വെച്ചാൽ കൈ കഴിക്കുന്ന ഒരു 51 വെട്ട് ഇതിനകത്തൊരു 10-15 വെട്ട് വെട്ടുമ്പോൾ ആളുടെ കൈ കഴിക്കില്ലേ? ഒന്ന്. രണ്ട്, ഒരു മനുഷ്യനെ ഇപ്പോൾ സോയ്മോൻ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സോയ്മോൻ്റെ കയ്യും കാലം കണ്ടിട്ടല്ല, സോയ്മോൻ്റെ മുഖം കണ്ടിട്ടാണ്. ആ മുഖത്തിനെ ഇതുപോലെ ഡിസ്ഫിഗർ ചെയ്യണമെങ്കിൽ ഞാൻ അന്നത്തെ വിധിന്യായത്തിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, ഡോക്ടർമാർക്ക് 2-3 മണിക്കൂർ ചിലവഴിക്കേണ്ടി വന്നു. ഇതൊരു ഷേപ്പ് എന്നുവെച്ചാൽ ഇത് മുഖം ഒരു ഷേപ്പാണ്. ആ മുഖം ഞാൻ കണ്ടപ്പോഴത്തേക്ക് ക്രിസ് ക്രോസ് ചെയ്ത് കംപ്ലീറ്റ് പിന്നെ വെച്ചാൽ മൂക്കും വായും കണ്ണൊന്നുമില്ല, അതുപോലെ വെട്ടിയിരിക്കുക. അപ്പോൾ എന്നോട് ഉമേഷ് ബാബു പറഞ്ഞൊരു പോയിൻ്റുണ്ട്. ഉമേഷ് ബാബു എന്നോട് പറഞ്ഞ് ഷാജാനെ TP ചന്ദ്രശേഖരനെ കൊന്നു. TP ചന്ദ്രശേഖരനെ കൊന്നതുകൊണ്ട് 2 ഇലക്ഷൻ CPM തോറ്റു. എനിക്ക് തോന്നുന്നു 2009, 2010, 2011 ആണെന്ന് തോന്നുന്നു. ഒന്ന് ലോക്സഭയിലും പിന്നെ പഞ്ചായത്ത് ഒന്ന് തോറ്റു. നമ്മുടെ പഞ്ചായത്ത് ഇതുകൊണ്ടാണെന്ന് അറിയില്ല, എന്തായാലും നിയമസഭയും ലോക്സഭയും. പക്ഷേ അഡ്വാൻറ്റേജ് എന്താ CPM-നുണ്ടായ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? അൾട്ടിമേറ്റ്ലി ഇന്ന് ചന്ദ്രശേഖരൻ ഇല്ല. അതാണ് CPM-ന് കിട്ടിയത്. ജീവിച്ചിരിക്കുന്ന ചന്ദ്രശേഖരനേക്കാൾ ശക്തനാണ്. അല്ല അത് മനസ്സിൽ. പക്ഷേ ചന്ദ്രശേഖരൻ എങ്ങനെയാണ് ഇവർക്ക് ശത്രുവായത്? ഒഞ്ചിയം എന്ന് പറഞ്ഞ ചരിത്ര പ്രധാനമായ ആ പ്രദേശത്തെ 70% പാർട്ടി മെമ്പർമാരും CPM വിട്ടുപോയി. ഇത് ചന്ദ്രശേഖരൻ്റെ അതിഭീകരമായിട്ടുള്ളൊരു സംഘടനാ പാഠമാണ്. പ്രതീകമായി വളർന്നു കയറുമെന്ന് ഭയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചന്ദ്രശേഖരൻ ഒരുപക്ഷെ ചന്ദ്രശേഖരൻ ആ പ്രതീകം വളർന്ന് കയറി വന്നാൽ BS കൈ കൊടുക്കാനും സാധ്യതയുണ്ട്. അല്ല, ഞാൻ പറഞ്ഞു ഒരു സംശയവുമില്ല, ചന്ദ്രശേഖരൻ ജീവിച്ചിരുന്നുവെങ്കിൽ ഇന്ന് കോഴിക്കോട് ജില്ലയിലെങ്കിലും CPM ഉണ്ടാവില്ലായിരുന്നു. ഏറ്റവും മിനിമം ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളെ കൊന്നപ്പോൾ 2 തെരഞ്ഞെടുപ്പ് തോറ്റുന്നു വന്നെങ്കിലും ഇപ്പോൾ അയാളില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊന്നാൽ ചിലപ്പോൾ വലിയ പിന്നെ പ്രത്യാഘാതങ്ങളുണ്ടാവും. പക്ഷേ ആ പ്രത്യാഘാതങ്ങൾക്കൊരു സമയപരിധിയുണ്ട്. ആ പരിധി കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് പോകും. പക്ഷേ പിന്നുള്ള അഡ്വാൻറ്റേജ് എന്താ? പിന്നെ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ ഞാനില്ല. പക്ഷേ കൊല്ലിക്കുന്നവരുടെയും ആയുസ് ഒരു വലിയ പ്രശ്നമാണല്ലോ. അല്ല, അതൊക്കെ ശരിയാണ് സോമൻ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്ന ചോദ്യം, CPM RSS കൊലപാതകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 500-600 അങ്ങോട്ട് നടന്നു. അതൊക്കെ പ്രാദേശിക തലങ്ങളിലാണ് മിക്കവാറും ആസൂത്രണം. അല്ല, ഞാൻ പറയുന്നത് ഇപ്പം കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരു 10-600 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായി. അപ്പം നമ്മുടെയൊക്കെ പൊതുബോധത്തിനെതിരായിട്ടാണ് കാര്യങ്ങൾ നടന്നത്. പക്ഷേ കൽപ്പാന്ത കാലത്തോളം നിൽക്കില്ല, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ നമ്മളൊക്കെ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഓരോ ദിവസവും നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ശുഭാപ്തി വിശ്വാസത്തിന് അടിസ്ഥാനമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ യഥാർത്ഥത്തിൽ ഇത്രയും ക്രൂരമായ സംഭവം നമ്മളിപ്പോൾ മറ്റേ ഇയാളുണ്ടല്ലോ രഞ്ജിത്ത് ശ്രീനിവാസൻ്റെയൊക്കെ പറഞ്ഞു. പക്ഷേ അതൊക്കെ പറയുമ്പോഴും ഒരു പാർട്ടി വിട്ട് വേറൊരു പാർട്ടി ഉണ്ടാക്കിയ ഒരാളെ ഇത്ര നിഷ്ഠൂരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഇത്ര ബ്രൂട്ടലായിട്ട് ഞാൻ നേരത്തെ വായിച്ചല്ലോ. അതൊരു പാർലമെൻറ്റിൽ മത്സരിച്ച് 28,000 വോട്ട് നേടിയ ആള്. അതായത് ഇപ്പം ഞാൻ വായിച്ചില്ലേ, ആ വായിച്ച പാരഗ്രാഫിൽ എന്തൊക്കെയാണ് വാക്കുകൾ ഉപയോഗിക്കുന്നത്? ഡിപ്രൈവിറ്റി,
റൂത്ത്ലെസ്, ബാർബാറിക്, ഇൻഹ്യൂമൻ, കോൾഡ് ബ്ലഡഡ്, പ്രീ പ്ലാൻഡ്, ഒരു ജഡ്ജി ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഞാൻ ഈ പറയുന്നത്, മനസ്സിലായോ? എന്ന് മാത്രമല്ല ഇപ്പോൾ അമർത്യസൻ്റെ വാക്കുകൾ പിന്നെ AK ജയേന്ദ്രൻ നമ്പ്യാർ എന്നുള്ള ജസ്റ്റിസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ജഡ്ജിക്ക് പോലും ഇന്ന് നമ്മുടെ അക്ഷരമാല കിട്ടാവുന്ന ഏറ്റവും കടുത്ത വാക്കുകൾ ഉപയോഗിച്ച് വിശദീകരിക്കേണ്ടി വരും, മനസ്സിലായി? അപ്പോൾ അതിനകത്തുള്ളൊരു വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ അത് ആരാണ് ചെയ്യുന്നത്? സഹോദര സ്നേഹത്തിൻ്റെയും എമ്പതിയുടെയും ഒക്കെ മൂർത്തിമത് ഭാവമായിട്ടുള്ള CPM ആണ് ഇത്ര റൂത്ത്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭയങ്കര ഒരു പാരഡോക്സ് ഉണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, എന്താണെന്നറിയാമോ? ഇതിൻ്റെ അന്ത്യമെന്ന് പറഞ്ഞാൽ പരമദയനീയമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഉറപ്പിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണ് ഈ വിധിയുടെയും കൂടെ പശ്ചാത്തലത്തിൽ ചന്ദ്രശേഖരൻ്റെ വധക്കേസിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. വളരെ നന്ദി ശ്രീ KM ഷാജഹാൻ. നന്ദി, നമസ്കാരം.